ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവനാകുന്നു. സൂറത്ത് നിസാ 1-ാം ആയത്തിന്റെ അവസാനത്തെ പദയമാണ്. ഇത്തരം കാര്യങ്ങളെ നമ്മളെല്ലാവരും സാധാരണ ഒരു അർത്ഥമില്ലാത്ത വാചകത്തിന്റെ അവസാനം ഒപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നാണ് ധരിക്കാറുള്ളത്. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു സമീഉൻ അലീം, ഇന്നല്ലാഹ കാന അലീക്കും റഖീബ. പക്ഷേ പരിശുദ്ധ ഖുർആനിലെ ഓരോ വാചകങ്ങളും ആശയ സമ്പുഷ്ടമാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ആശയം മനസ്സിലാക്കി 4 കാര്യങ്ങൾ പറയപ്പെട്ടു. പടച്ചവനെ അറിയണം, സ്നേഹിക്കണം, ഭയക്കണം, വിധിവിലക്കുകൾ പാലിക്കണം, മുഴുവൻ മനുഷ്യരോടും സഹോദര്യത്തിൽ കഴിയണം, വൈവാഹിക ബന്ധം നന്നാക്കണം, കുടുംബ ബന്ധം ശരിയാക്കണം. ഇവിടെ ഒരു സംശയമുണ്ട്, ഇതെല്ലാം എങ്ങനെ നടക്കും? മുസ്ലിയാലിന് പ്രസംഗിക്കാം, ഇതെവിടെ നടക്കാനാണിത്? അല്ലെങ്കിൽ ഇത് നടക്കാനുള്ള വഴി എന്താണ്? ഈ 4 കാര്യങ്ങളും നടത്താനുള്ള വഴി വല്ലതുമുണ്ടോ? അല്ലാഹു പറയുന്നു, ഒരു മരുന്ന് നിങ്ങൾ കഴിച്ചാൽ മതി, ഈ 4 കാര്യങ്ങളും സുന്ദരമായി നടത്താൻ സാധിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിമാർ, സഹാബാക്കൾ, ഔലിയാക്കൾ ഈ മരുന്ന് കഴിച്ചു. അവർക്ക് ഈ 4 കാര്യങ്ങൾ വളരെ ലളിതമായി നിർവഹിക്കാൻ കഴിഞ്ഞു. അല്ലാഹുവിനോടുള്ള വിധിവിലക്കുകൾ, കടമകൾ, കർത്തവ്യങ്ങൾ അവർ പാലിച്ചു. മുഴുവൻ മനുഷ്യരോടും സഹോദര്യത്തിൽ വർദ്ധിച്ചു. അവരുടെ വൈവാഹിക ജീവിതം സുന്ദരവും സുമോഹനവുമായിരുന്നു. അവർ കുടുംബക്കാരോട് നല്ല നിലയിൽ വർദ്ധിച്ചു. ഈ കാര്യം കൊണ്ട് എന്താണ്? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കി. ഈ ആയത്തിന്റെ ആദ്യത്തെ കാര്യം തന്നെയാണ് അല്ലാഹുവിനോടുള്ള ഭയഭക്തി. എന്നാൽ ആദ്യമായി അല്ലാഹുവിനെ അറിയുന്നത്, പടച്ചവനെ മനസ്സിലാക്കിയത്, പടച്ചവന്റെ തിരുഗുണങ്ങളെ തിരിച്ചറിയുന്നത്, ആരാണ് അല്ലാഹ് എന്ന് മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഇവിടുത്തെ വാക്ക് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു നിങ്ങളുടെ ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് കുറച്ച് ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്റെ ഈ സംസാരം നിങ്ങൾ ശ്രദ്ധിക്കുന്നു, കേൾക്കുന്നു? തെറ്റുകളും ഖണ്ഡനങ്ങളും വിളിച്ചു പറഞ്ഞാൽ എനിക്ക് പേരുദോഷമാകുമെന്നറിയാം. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഇതേ ചിന്താഗതി മനുഷ്യരിൽ നിന്നും എടുത്ത് നേരെ പടച്ചവരിലേക്ക് മാറ്റി. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന വ്യക്തി, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കാണുന്നുണ്ട്. നിങ്ങൾ വിസർജന സ്ഥാനത്ത് നിങ്ങൾ മൂടിയിരിക്കുന്നു, പടച്ചവൻ നിങ്ങളെ കാണുന്നുണ്ട്. പതച്ചുമൂടി കിടക്കുന്നു, പടച്ചവൻ നിങ്ങളെ അറിയുന്നുണ്ട്. നിങ്ങൾ വഴിയിലൂടെ നടക്കുന്നു, പടച്ചവൻ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ നമസ്കരിക്കുന്നു, പടച്ചവൻ നിങ്ങളെ കാണുന്നുണ്ട്. അന്തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ഓരോ നന്മകളും പ്രവർത്തിക്കലാണ്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. അലാ ഇന്നഹും യസ്ലൂന സുദൂറഹും ലിയസ്തഗ്ഫൂ മിൻ. ഭക്തരായ സഹാബാക്കൾ പടച്ചവനോടുള്ള ലജ്ജ കാരണം
വിസർജന സമയങ്ങളിൽ മൂടി പുതച്ചിരിക്കുന്നു. അവർ രാത്രി ഉറങ്ങുമ്പോഴും വല്ലാതെ പുതച്ച് കിടക്കുന്നു. അല്ലാഹു പറയുന്നു, അവർ മൂടി പുതയ്ക്കുമ്പോഴും അല്ലാത്തപ്പോഴും അല്ലാഹു പറയുന്നുണ്ട്. കപടവിശ്വാസികൾ രഹസ്യമായി ജനങ്ങളോട് സംസാരിക്കുന്നു. മറ്റുള്ളവരാലും അറിയാത്ത നിലയിൽ മറ്റുള്ളവർ ജനങ്ങളോട് സംസാരിക്കുന്നു. അല്ലാഹു പറയുന്നു, അലാ ഹീന യസ്തഗ്ശൂന തിയാബഹും യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. നിങ്ങൾ പുതച്ച് അതിന്റെ ഉള്ളിൽ കൂട്ടുകാരനെ കയറ്റി സംസാരിച്ചാലും പടച്ചവൻ നിങ്ങളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നുണ്ട്. وما تكون في شأن وما تتلو منه من قرآن. നിങ്ങളുടെ എല്ലാ അവസ്ഥകളും നിങ്ങളുടെ ഓരോ പാരായണങ്ങളും ولا تعملون من عمل നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും إلا كنا عليكم شهودا إذ تفيضون فيه. നിങ്ങൾ അതിൽ ബന്ധപ്പെടുമ്പോൾ തന്നെ നാം അതിൽ സാക്ഷിയായിട്ടുണ്ട്. യാ റഹ്മാൻ, എന്റെ ഈ സംസാരം കേൾക്കുന്ന നിങ്ങൾ എത്രയോ ആളുകൾ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് എറണാകുളത്ത് കറങ്ങുന്നുണ്ടാകും. എത്രയോ ആളുകൾ കൂടായിട്ട് ഉറങ്ങുന്നുണ്ടാകും. എത്രയോ ആളുകൾ ഇയാൾ എന്താണ് പറയുന്നതെന്ന് പോലും അറിയാതെ ആകാശത്തോട് നോക്കിയിരിപ്പുണ്ടാകും. അല്ലാഹു പറയുന്നു, പടച്ചവൻ അങ്ങനെയല്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം മുതൽ ഒടുക്കം വരെയും പടച്ചവൻ ശ്രദ്ധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ. പടച്ചവൻ നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നുണ്ട്, പല രഹസ്യങ്ങളും അറിയുന്നുണ്ട്. الذي يراك حين تقوم وتقلبك في الساجدين. താങ്കൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പടച്ചവൻ താങ്കളെ കാണുന്നുണ്ട്. സുജൂദ് ചെയ്യുന്നവർക്കിടയിൽ സുജൂദിലേക്ക് പോകുമ്പോൾ അപ്പോഴും പടച്ചവൻ താങ്കളെ കാണുന്നുണ്ട്. 100 പേര് നമസ്കരിക്കുന്നു, അതിൽ ഒരാൾ മാത്രം നമ്മളെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റും. അല്ലാഹു ഓരോരുത്തരെയും ശ്രദ്ധിക്കുന്നുണ്ട്. الذي ألم تر أن الله يعلم ما في السماوات وما في الأرض. എല്ലാ നന്മകളും തിന്മകളും ആകാശഭൂമികളിൽ നടക്കുന്ന സർവകാര്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. ما يكون من نجوى ثلاثة إلا هو رابعهم. 3 പേര് രഹസ്യം പറയുന്നെങ്കിൽ പടച്ചവൻ 4-മനായിട്ടുണ്ട്. ولا خمسة إلا هو سادسهم. 5 പേര് രഹസ്യം പറയുന്നെങ്കിൽ 6-മനായിട്ട് പടച്ചവനുണ്ട്. ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا. 3 കുറവായിരുന്നാൽ 2ആയിരുന്നാലും അതുപോലെ 6 കൂടുതൽ 7 8ആയിരുന്നാലും നിങ്ങൾ എവിടെയായിരുന്നാലും പടച്ചവനുണ്ട്. മസ്ജിദിൽ, മദ്രസയിൽ, വീട്ടിൽ, പറമ്പിൽ, വാഹനത്തിൽ, ഏകാന്തതയിൽ എവിടെയായിരുന്നാലും പടച്ചവനുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, മുഴുവൻ രേഖപ്പെടുത്തുന്നുമുണ്ട്. എന്നിട്ട് മനുഷ്യൻ പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം ഖിയാമത്ത് നാളിൽ അറിയിച്ചു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നവനാണ്. ഈ വിശ്വാസം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പടച്ചവന്റെ എല്ലാ കൽപ്പനകളും പാലിക്കാൻ എളുപ്പമാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പുരുഷനും സ്ത്രീയും മഹാമോശപ്പെട്ട പ്രവർത്തനം നടത്താൻ സന്നദ്ധരായി
ഈ സമയത്ത് ആ പെണ്ണിന്റെ നെഞ്ചിൽ നിന്നും ഒരു ശബ്ദം ആ പുരുഷന്റെ ചെവിയിലേക്ക് വന്നു, ഇത്തഖില്ല, നീ അല്ലാഹുവിനെ പേടിക്കണം, പടച്ചവനോട് ഭയഭക്തി പുലർത്തണം. ആരെങ്കിലെങ്കിലും അല്ലാഹു കൊണ്ട് പടച്ചവൻ കാണുന്നുണ്ട്. ആ നെഞ്ചിൽ നിന്നും വന്ന ഈ ശബ്ദം ആ പുരുഷന്റെ ചെവിയിലൂടെ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് പതിഞ്ഞു. അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി ഓടി. നാളുകൾക്ക് ശേഷം അദ്ദേഹം ഒരു ദുരന്തത്തിൽ അകപ്പെട്ടു, ഒരു ഗുഹയിൽ അകപ്പെട്ടു. ഗുഹാമുഖത്ത് ഒരു കല്ല് വന്ന് വീഴുകയുണ്ടായി. തള്ളു നീക്കാനും പറ്റുന്നില്ല. അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്ത് പടച്ചവനെ, ആ പാവപ്പെട്ട പെണ്ണ് പറഞ്ഞ ഉപദേശം ഞാൻ ഉൾക്കൊണ്ടു, നിന്റെ ഭയന്ന് ഞാൻ മാറി, അത് നിനക്ക് വേണ്ടിയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നെ നീ രക്ഷിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ല് ഗുഹാമുഖത്തിൽ നിന്നും മാറിപ്പോയി. അല്ലാഹു എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. ഈ ബോധം ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ ഉണ്ടാകും? ഖുർആൻ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, അല്ലാഹുവിനോട് സ്നേഹം ഉണ്ടാകണം എന്ന നിയ്യത്തിൽ ദിക്ർ വെച്ചത്. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ പരമ പരിശുദ്ധൻ. അൽഹംദുലില്ലാഹ്, പടച്ചവന് സർവസ്തുതിയും. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. വല്ലാഹു അക്ബർ, പടച്ചവനാണ് വലിയവൻ. ഈ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിനോട് സ്നേഹ ബഹുമാനങ്ങൾ ഉണ്ടാകാനുള്ള നിയ്യത്തിൽ ദിക്ർ വിളിച്ചിട്ട് ജീവിതം നന്നാകണമെന്ന ആഗ്രഹത്തിൽ ഖുർആൻ പാരായണം നടത്തി. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഗുണങ്ങൾ ഉണ്ടാകണം, ആദരവായ റസൂലുമായിട്ട് അടുക്കണം എന്ന നിയ്യത്തിൽ സ്വലാത്ത് ചൊല്ലുന്നു. ആദരവായ റസൂലിന്റെ ഗുണങ്ങൾ ഉണ്ടാകണം, ലളിതങ്ങളുമായിട്ട് അടുക്കണം, സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുവിനെ പറ്റി ഓർക്കും, ധ്യാനിക്കും. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, നിങ്ങൾ പടച്ചവനെ അറിയുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ, ഭയക്കുന്നുണ്ടോ, പടച്ചവന്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ടോ, നിരോധനങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ എന്ന് പടച്ചവൻ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. നിങ്ങൾ അയൽവാസികളോടും മുഴുവൻ ജനങ്ങളോടും സഹോദര്യത്തിൽ വർദ്ധിക്കുന്നുണ്ടോ, ആദരിക്കുന്നുണ്ടോ, അവരോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പടച്ചവൻ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. നിങ്ങൾ ഇണകളോട്, അവരുടെ ബന്ധുക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് വർദ്ധിക്കുന്നത് എന്ന് പടച്ചവൻ സൂക്ഷ്മത്തിൽ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ മാതാപിതാക്കളോടും കുടുംബാദികളോടും എങ്ങനെ വർദ്ധിക്കുന്നുവെന്ന് പടച്ചവൻ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു നമുക്ക് ഈ വിശ്വാസം നൽകുമാറാകട്ടെ. അതിന് പരിശ്രമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ പറ്റി പറയും, കേൾക്കും, എഴുതും, വായിക്കും, പടച്ചവനെ പറ്റിയുള്ള ഗാനങ്ങൾ ആലപിക്കും, ദിക്റുകൾ ചെയ്യും, ദുആകൾ ചെയ്യും, ഖുർആൻ ഓതും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ്